الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയായി, ഏറ്റവും നല്ല ഒരു കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച കാര്യമാണ് അൽ ഇനാബ എന്നുള്ളത്, അഥവാ അല്ലാഹുവിലേക്കുള്ള മടക്കം എന്നുള്ളത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും, രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, ഏത് മേഖലയിലും അനിവാര്യമായി വേണ്ട ഘടകമാണ് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത്. ശർഈയായി അൽ ഇനാബയെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇപ്രകാരമാണ്: അത്തഅല്ലുഖു ബില്ലാഹി തആല, സർവശക്തനായ റബ്ബിനോടുള്ള അടുപ്പം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അടുപ്പം, വത്തവാളുഉ ലിജലാലിഹി, അവന്റെ മഹത്വത്തിന്റെ മുന്നിൽ കീഴൊതുങ്ങി നിൽക്കുക, വൽ മസാറഅതി ഇലാ മർളാതിഹി, റബ്ബിന്റെ പ്രീതിക്കായി തിടുക്കം കൂട്ടുക, വൽ ഇഖ്ബാലു അലാ ത്വാഅതിഹി,
അവൻ അനുസരിക്കുന്നതിൽ ആവേശം കാണിക്കുക. ഇതാണ് അൽ ഇനാബ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനാബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലാഹുവിലേക്ക് മടങ്ങുന്നതുമായി ബന്ധപ്പെട്ടതിന്റെ പ്രാധാന്യം അറിയിച്ചപ്പോ 2 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നത്. ഒന്ന് തൗബയും ഇസ്തിഗ്ഫാറും. വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമായി വേണ്ട ഘടകമാണ് തൗബയും ഇസ്തിഗ്ഫാറും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ആത്മാർത്ഥമായി കൊണ്ടുള്ള മടക്കം, അത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി അവനക്കുണ്ടാകേണ്ടത് എന്താണ്? റബ്ബിനെ അനുസരിക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് വരിക. ഈ 2 കാര്യങ്ങളും അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിൽ നമുക്ക് അനിവാര്യമായിട്ട് വേണ്ട ഘടകമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ നമ്മളോട് പഠിപ്പിച്ചിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറയുവാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നബിയെ പറഞ്ഞു കൊടുക്കുക, സ്വന്തം ശരീരങ്ങളോട്, സ്വന്തം ആത്മാക്കളോട് അക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്ക് നബിയേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ആരും നിരാശരാകേണ്ടതില്ല. പടച്ച റബ്ബിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ആരും നിരാശരാകേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങളെല്ലാം നിങ്ങൾക്ക് പുറത്തു തരും. പടച്ച റബ്ബ് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും. കാരണം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവൻ തന്നെയാണ് ഏറ്റവും പൊറുക്കുന്നവനും കരുണാനിധിയുമായിട്ടുള്ളവൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅനീബൂ ഇലാ റബ്ബികും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്. നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന്റെ മുമ്പായി നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് നിങ്ങൾ മടങ്ങണേ. ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് നിങ്ങൾ മടങ്ങണേ. എപ്പോഴാണ് മടങ്ങേണ്ടത്? മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്. ആ റബ്ബിന്റെ ശിക്ഷ വന്നെത്തുന്നതിന്റെ മുമ്പേ. സുമ്മ ലാ തുൻസറൂൻ. പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല. അഥവാ ആ റബ്ബിന്റെ ശിക്ഷ വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ റബ്ബിന്റെ സഹായം ലഭിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ മുമ്പേ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങണേ എന്ന് പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആത്മാർത്ഥമായി നമ്മുടെ തെറ്റുകൾ പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിങ്കിലേക്ക് മടങ്ങാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇനി അടുത്ത വെള്ളിയാഴ്ച വരട്ടെ, അല്ലെങ്കിൽ അടുത്ത റമദാൻ വരട്ടെ, അല്ലെങ്കിൽ ഇനി ഉംറക്ക് പോകാം എന്നിട്ട് നന്നാകാം എന്നൊന്നും നമ്മൾ കരുതേണ്ടതില്ല. കാരണം എന്താ? ഏത് സമയം, ഏത് സന്ദർഭം, എവിടെ വെച്ച്, എങ്ങനെ, എപ്പോ അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകി പോകേണ്ടി വരുമെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു ഗുണമുണ്ടല്ലോ, അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത്. ഈ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ മുൻഗാമികളായിക്കൊണ്ടുള്ള പ്രവാചകന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വിശിഷ്ടമായ ആളുകള്, ആ പ്രവാചകന്മാരെ സംബന്ധിച്ച് പോലും പരിശുദ്ധ ഖുർആനിൽ നമുക്കിത് കാണുവാൻ കഴിയും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് റബ്ബ് പറഞ്ഞത്, ഇന്ന ഇബ്രാഹിമ ലഅലീമുൻ അവ്വാഹും മുനീബ്. തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരായിരുന്നു? അദ്ദേഹം ഏറെ സഹനശീലനായുള്ള ആളായിരുന്നു, ഏറെ അനുകമ്പയുള്ളവനും പശ്ചാത്താപമുള്ളവനുമായിരുന്നു. അള്ളാഹുവിങ്കിലേക്ക് കൂടുതൽ
മടങ്ങുന്ന ആളായിരുന്നു എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് റബ്ബ് പറയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് റബ്ബ് പറഞ്ഞതും അതാണ്. ഫസ്തഗ്ഫറ റബ്ബഹു വഖറ റാകിഅൻ വഅനാബ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അദ്ദേഹം പാപമോചനം നേടുവാനായി അദ്ദേഹം പുറപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ച് മടങ്ങുകയും ചെയ്തു. പ്രവാചകന്മാരുടെ വിഷയമാണ് ഇത് പറയുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പൊ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം റബ്ബിങ്കിലേക്ക് ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ മടങ്ങേണ്ടി വരും. ഒരു ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ, വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ എന്തെല്ലാം തട്ടിപ്പും വെട്ടിപ്പുമാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നടത്താറുള്ളത് എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കുകയും ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്, കടമയാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് റബ്ബ് പറഞ്ഞപ്പോഴും ഈ ഒരു മടക്കത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുകയാണ്. അല്ലാഹ് പറയാണ്, വലഖദ് ഫത്തന്നാ സുലൈമാന وألقينا على كرسيه جسدا ثم أناب. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാം പരീക്ഷിക്കുകയുണ്ടായി. എന്താണ് ആ പരീക്ഷണം? വഅൽഖൈനാ അലാ കുർസിയിഹി ജസദ. അദ്ദേഹത്തിന്റെ സിംഹാസനത്തിന്റെ മേൽ നാം ഒരു ജഡത്തെ ഇടുകയും ചെയ്തു. സുമ്മ അനാബ്. പിന്നീട് അദ്ദേഹം താഴ്മയുള്ളവനായി മടങ്ങി. അള്ളാഹുവിലേക്ക് അദ്ദേഹം മടങ്ങി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ ഒരു ക്വാളിറ്റി പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണീറ്റ് നിന്ന് നമസ്കരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്ന രൂപം എങ്ങനെയെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ഏറെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. കാലിൽ നീര് വരുമാറ് കലങ്ങിക്കരഞ്ഞ കണ്ണുമായി അദ്ദേഹം നമസ്കരിക്കാൻ നിൽക്കുമ്പോ നമ്മുടെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? വരാനിരിക്കുന്നതും എല്ലാ പാപങ്ങളും പുറത്തു തന്ന അദ്ദേഹം എന്തിനാണ് താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി, ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഈ ഒരു ചിന്ത എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ? അള്ളാഹ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിങ്ങനെ എടുക്കണില്ലേ? എല്ലാ സുഖങ്ങളും നമ്മൾ എടുക്കണില്ലേ? എന്ത് കുറവാണ് പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നിട്ടും ആ റബ്ബിനോട് നന്ദിയുള്ള ഒരു പെരുമാറ്റം, ഒരു പ്രകൃതം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ആ മാർഗത്തെ പിൻപറ്റാനാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഏത് മാർഗത്തെ? അല്ലാഹുവിങ്കലേക്ക് മടങ്ങുന്ന മാർഗത്തെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. മാത്രമല്ല നമ്മളോട് പറഞ്ഞു, വത്തബി സബീല മൻ അനാബ ഇലയ്യ. എന്നിലേക്ക് മടങ്ങിയവരുടെ മാർഗത്തെ നീ പിന്തുടരുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആ ഇനാബത്തിലേക്ക്, അള്ളാഹുവിങ്കലേക്ക് മടങ്ങുവാൻ നമുക്ക് സാധ്യമാകുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിങ്കലേക്ക് മടങ്ങാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അല്ലേ? അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഒന്നെന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഒന്ന്, പരിശുദ്ധ ഖുർആനിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനുമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് വേണം? ഒരഭേദ്യമായ ഒരു ബന്ധം വേണം. ഒരഭേദ്യമായ ബന്ധം. അത് പഠിക്കാൻ, അത് കേൾക്കാൻ, അത് ഗ്രഹിക്കാൻ, അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ ഒരു കൃത്യമായ ഒരു പ്ലാനിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം ലോകത്ത് മനുഷ്യരെ ഏറ്റവും നല്ല വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹ് പറഞ്ഞില്ലേ,
ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വമു വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂനസ് സ്വാലിഹാത്ത്. തീർച്ചയായും ഈ പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ലതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ്. എല്ലാവിധ അന്ധകാരങ്ങളിൽ നിന്ന്, എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്ന്, എല്ലാവിധ ഫസാദുകളിൽ നിന്ന്, കുഴപ്പങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങളെ ഏറ്റവും നല്ല മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് പഠിക്കേണ്ടത് ഇമാമിന്റെ മാത്രം ജോലിയല്ല, അത് പഠിക്കേണ്ടത് ഖത്തീബിന്റെ മാത്രം ജോലിയല്ല. ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാവരുടെയും ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാണി, പരിശുദ്ധ ഖുർആനിലെ എത്ര അധ്യായങ്ങളാ നമുക്കറിയാം, എത്ര സൂറത്തുകളാ നമുക്ക് മനപ്പാടുള്ളത്, എത്ര തവണയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിത്തീർത്തത്. നമ്മളൊന്ന് ആത്മാർത്ഥമായി നമ്മളോട് തന്നെ ചോദിക്കുക. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു മനസ്സ് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. രണ്ടാമത്തെ വിഷയം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടുമുള്ള ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മൾ ചിന്തിക്കണം. നമ്മൾ മഴ പെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ, കാറ്റടിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്, വലിയ വലിയ കെട്ടിടങ്ങൾ ദുരന്തമായി കൊണ്ട് തകർന്ന് വീഴുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരുടെ ശക്തിയാണ്, ആരുടെ കഴിവാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവാണ്. റബ്ബ് നമ്മളോട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അഫലം യൻളുറൂ ഇലസ് സമാഇ ഫൗകഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. അഫലം യൻളുറൂ ഇലസ് സമാ, അവർക്ക് മുകളിലുള്ള ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ? നമ്മുടെ മുകളിലുള്ള ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ? നാം അതിനെ അലങ്കരിക്കുകയും നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് ആലോചിക്കുന്ന ആളുകൾക്കാണ് അതിലെന്തെങ്കിലും ഉത്തരം കിട്ടുള്ളൂ. രാവിലെ ആകണോ, അവനവന്റെ ജോലിക്ക് പോകണു, രാത്രി ആവണു, ഭക്ഷണം കഴിക്കണു, കിടന്നിറങ്ങണു, അവനെ സംബന്ധിച്ചിടത്തോളം എന്ത് ദൃഷ്ടാന്തമാണ് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അതിനൊരു വിടവുകളുമില്ല, കൃത്യമായി കൊണ്ടാണ്. ഇങ്ങനെ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നമ്മൾ കൃത്യമായി കൊണ്ട് കണ്ണോടിക്കണം എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യരെല്ലാവരും ഇന്ന് അന്ധവിശ്വാസങ്ങളുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ ഇവിടെ സമ്പാദിച്ച് മുതലുണ്ടാക്കണം? എന്നാ ഈ മുതൽ ആരെങ്കിലും ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടോ? ആരും കൊണ്ടുപോകണില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഈ അടുത്ത് കാസർഗോഡ് നമ്മൾ കേട്ടൊരു വാർത്തയുണ്ട്. ഒരു മനുഷ്യനെ കുറച്ച് ആളുകൾ ചേർന്ന് പറ്റിച്ച ഒരു കഥ അല്ലേ. ജിന്നുമ്മ എന്നൊക്കെ പേര് പറഞ്ഞ് ആളുകളെ ആത്മീയ ചൂഷണം നടത്തി ആളുകളിൽ നിന്ന് സമ്പത്ത് തട്ടിയെടുത്ത് നിങ്ങളുടെ സ്വർണം നിങ്ങൾക്ക് ഇരട്ടിപ്പിച്ചു തരാം, വർദ്ധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുക്കലുള്ള സ്വർണത്തെ ഒക്കെ കൈക്കലാക്കിയപ്പോ സ്വാഭാവികമായും ചൂഷണം ചെയ്യുന്നവന്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്താണ്? ഇനി എങ്ങനെയെങ്കിലും ഇത് സ്വന്തമാക്കണം, അതിനെന്ത് ചെയ്യണം? ഇയാൾ ഇല്ലാതാകണം. അദ്ദേഹത്തെ അവരെന്ത് ചെയ്തു? കൊന്നു. അദ്ദേഹത്തെ അവർ കൊന്നു. അങ്ങനെ അവസാനം ആ സമ്പത്ത് അവർ തട്ടിയെടുത്തു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. ആ മനുഷ്യന്റെ സമ്പത്തിനോടുള്ള വല്ലാത്ത ഒരു ആർത്തിയായിരുന്നു അത് അല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ വിശ്വാസി പോകേണ്ടവനല്ല. നിനക്ക് രോഗമുണ്ടോ? അള്ളാന്റെ പരീക്ഷണമാണ്. നിന്റെ സമ്പത്തിൽ കുറവ് വരുന്നുണ്ടോ? അള്ളാന്റെ പരീക്ഷണമാണ്. നിന്റെ മക്കളെ കൊണ്ട് അള്ളാഹ് നിന്നെ പരീക്ഷിക്കുന്നുണ്ടോ? അള്ളാഹു നിന്നെ പരീക്ഷിക്കുകയാണ് എന്ന ബോധമാണ് വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, രോഗം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പരീക്ഷിച്ച പ്രവാചകനായിരുന്നു മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഏതെങ്കിലും മുൻഗാമികളോട് തേടിയോ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം? ഏതെങ്കിലും മക്ബറകളിൽ പോയി തേടിയോ, നേർച്ച ചെയ്തോ? ഇല്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കലങ്ങിക്കരഞ്ഞ കണ്ണുമായി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. മക്കളെ കൊടുക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരീക്ഷിച്ചപ്പോ ഈ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു അന്ധവിശ്വാസത്തിലേക്ക് നീങ്ങിയോ? ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ആ ഒരു ചിന്തയാണ് വിശ്വാസികളായ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അതുകൊണ്ട് 2 കാര്യങ്ങളാണ് ഗൗരവത്തോടുകൂടി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള മനസ്സ് കിട്ടണമെങ്കിൽ ഒന്ന് പരിശുദ്ധ ഖുർആനിനെ കൃത്യമായി കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചിട്ടുള്ള കൃത്യമായി കൊണ്ടുള്ള ബോധമുണ്ടാവുക എന്നുള്ളതാണ്. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, ഇനാബ, അള്ളാഹുവിലേക്കുള്ള മടക്കം ആത്മാർത്ഥമായി നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ദുനിയാവിലെ നശ്വരമായ ജീവിതത്തെക്കുറിച്ചാണ്. നശ്വരമായ ജീവിതത്തെക്കുറിച്ചാണ്. ദുനിയാവിലെ ആളുകള് നമ്മളോട് നമ്മുടെ പ്രയാസങ്ങൾ ചോദിക്കുമ്പോൾ, നമ്മുടെ അവസ്ഥകൾ ചോദിക്കുമ്പോൾ, നമ്മൾ സങ്കടത്തോടു കൂടി അല്ലെങ്കിൽ സന്തോഷം ഉണ്ടെങ്കിൽ ആ സന്തോഷത്തോടു കൂടി നമ്മൾ പറയാറുണ്ട്, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. നാളെ പരലോകത്ത് ഒരാളും സഹായിക്കാനില്ലാത്ത ഒരു ദിനം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. താങ്ങായി തണലായി ഉണ്ടായിരുന്ന മാതാപിതാക്കളോ ഭാര്യയോ ഭർത്താക്കന്മാരോ മക്കളോ ഒന്നുമില്ലാത്ത നമ്മൾ മാത്രം അല്ലാഹുവിന്റെ മുമ്പിൽ എത്തി നിൽക്കുന്ന ഒരു ദിനം, ഒരു ദിവസം, അത് നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. ആ ദിവസത്തിനു വേണ്ടി എന്താണ് ഞാൻ മാറ്റിവെച്ചത് റബ്ബേ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ച ആളുകളാണ്, അല്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നൽകുന്ന അനുഗ്രഹങ്ങൾ നുകർന്ന് ജീവിച്ചവരാണ് നമ്മൾ. വായു നമ്മൾ ശ്വസിക്കുന്നുണ്ട്, വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ട്. ഒരാൾക്ക് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ശ്വസിച്ച വായുവിനോ മറ്റോ ഒന്നും നമ്മൾ പണം കൊടുക്കുന്നില്ല. എന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കിടന്നാലോ, ആശുപത്രിയിൽ പോയി കിടന്നാലോ, മണിക്കൂറുകൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ബില്ലുകൾ കുടുംബക്കാരുടെ കൈകളിലേക്ക് എത്തും. ഞാൻ ഇത്ര വിശദീകരിച്ചത് പറഞ്ഞ എന്തിനാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ആ ബില്ലെത്തുമ്പോ ബില്ല് കൊടുത്ത് അത് അടച്ച് തിരിച്ചു പോരുമ്പോഴും ഒരു പക്ഷേ പരസ്പരം സംസാരിക്കും ആളുകൾ, എന്താ അല്ലേ ഇവിടെയൊക്കെ ഓവർ ബില്ലാണല്ലോ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്ക് വെള്ളം തരുന്നു, വായു തരുന്നു. നമ്മളിൽ നിന്ന് ഒന്നും അവൻ പേടിക്കുന്നില്ല. നമ്മൾ നല്ല ആളുകളാവുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നാളെ പരലോകത്ത് എത്തി നിൽക്കുമ്പോ ഈ സഹായിച്ച മാതാപിതാക്കളാകട്ടെ മക്കളാകട്ടെ ഒരാളും നാളെ പരലോകത്ത് നമ്മളെ സഹായിക്കാനില്ല. യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനീ വസ്വാഹിബതിഹി വഅഖീ വഫസ്വീലതിഹി അല്ലതീ തുവീ വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ. പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് ആ കത്തിയെരിയുന്ന നരകം ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരുമ്പോ നരകത്തിന്റെ ഭയാനകത സഹിക്കാൻ കഴിയാതെ നാം റബ്ബിനോട് പറഞ്ഞു പോവുകയാണ്, പടച്ചോനെ ഞാൻ എൻ്റെ മക്കളെ വിട്ടുതരാം, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? ആലോചിച്ചോക്കാണ് പ്രിയപ്പെട്ടവര്, നമ്മുടെ മക്കൾ ആരാ? നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരല്ലേ, അല്ലേ? ആ മക്കളെ ഞാൻ വിട്ടുതരാം റബ്ബേ, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരുമോ? അതുപോലെ തന്നെ സഹധർമ്മിണിയെ ഞാൻ വിട്ടുതരാം, എന്റെ കൂടെ പിറപ്പുകളെ ഞാൻ വിട്ടുതരാം. അവസാനമായി മനുഷ്യൻ പറഞ്ഞു പോകുന്നു, വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ. പടച്ചോനെ, ദുനിയാവിലുള്ളത് മുഴുവനും ഞാൻ തരാം റബ്ബേ, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? അവസാനമായിട്ട് മനുഷ്യൻ പറഞ്ഞു പോവുകയാണ്, ഞാൻ ദുനിയാവിലുള്ളത് മുഴുവനും തരാം, എന്നെ ഒന്ന് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ എന്ന്. അപ്പൊ ഈ ഒരു ബോധം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആത്മാർത്ഥമായി മടങ്ങാൻ നമുക്ക് സാധ്യമാവുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ
കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കർമ്മനിരതരായി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനാബത്തുമായി അള്ളാഹുവിലേക്ക് മടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഏതൊരു വിഷയത്തിലും നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന നമുക്ക് ഈ ഒരു വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഒന്നാമതായി, തൗഹീദിനെ നിലനിർത്തിക്കൊണ്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ നമുക്ക് ഇത് ആവശ്യമാണ്. എന്താ പ്രിയപ്പെട്ടവരെ തൗഹീദ്? ഏകദൈവ വിശ്വാസം. എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ ദുരിതങ്ങളുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയായി ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമുള്ളൊരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അള്ളാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷ വാർത്തയുള്ളത്. അല്ലാഹുവല്ലാത്ത എല്ലാ ആരാധ്യ വസ്തുക്കളെയും ഒഴിവാക്കി അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങുന്ന ആളുകൾക്കാണ് സന്തോഷ വാർത്തയുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ തൗഹീദ് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം, ആ ജീവിതം നമുക്ക് നിലനിർത്തി പോരാൻ ഇനാബ നമുക്ക് ആവശ്യമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി, ഇനാബത്ത് കൊണ്ടുള്ള ഏറ്റവും വലിയ മെച്ചം എന്താ അറിയോ പ്രിയപ്പെട്ടവരെ? സ്വർഗം നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണല്ലോ സ്വർഗം നേടിയെടുക്കുക എന്നുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് പ്രിയപ്പെട്ടവരെ നൽകുക? ഉഇദ്ദത് ലിൽ മുത്തഖീൻ. തഖ്വയോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ളതാണ്. സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ളതാണ്. അല്ലാഹ് പറഞ്ഞു, വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. സൂക്ഷ്മത പാലിക്കുന്ന ആളുകളില്ലേ, അള്ളാനെ പേടിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകളില്ലേ, അങ്ങനത്തെ ആളുകൾക്ക് അകലെയല്ലാത്ത വിധത്തിൽ സ്വർഗം അടുത്തു കൊണ്ടുവരപ്പെടുന്നതാണ്. അവരുടെ ഏറ്റവും സമീപസ്ഥമായി ആ സ്വർഗം കൊണ്ടുവരപ്പെടുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. ആ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളോട് പറയപ്പെടും, റബ്ബിലേക്ക് ഏറ്റവും അധികം മടങ്ങുന്നവനും ജീവിതം കാത്തു സൂക്ഷിക്കുന്നവനുമായ ഏതൊരാൾക്കും നൽകുമെന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമാണിത്. അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചല്ലോ. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ സ്വർഗമെന്നവരോട് പറയപ്പെടുകയും ചെയ്യും. അള്ളാഹുവിങ്കിലേക്ക് മടങ്ങുന്ന ആളുകൾക്കാണ് എന്ന്
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കൊല്ലങ്ങളും ഒക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഞാൻ എൻ്റെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. ഓരോ ദിവസവും പടച്ച റബ്ബ് തരുമ്പോ അല്ലാഹുവേ ഞാൻ എൻ്റെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ജീവിതം എനിക്കൊന്ന് മെച്ചപ്പെടുത്തണം, ചില മാറ്റത്തിരുത്തലുകൾക്ക് എൻ്റെ ജീവിതത്തെ വിധേയമാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി അല്ലാഹുവിങ്കലേക്ക് മടങ്ങാൻ നമുക്ക് പ്രിയപ്പെട്ടവരെ ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. അങ്ങനെ സാധ്യമായെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് രക്ഷ, ഖബറിൽ നമുക്ക് രക്ഷ, മരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് രക്ഷയുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഓർമ്മയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈനംദിനം നമ്മൾ സോഷ്യൽ മീഡിയകളിൽ മരണ വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്നലെ പാലക്കാട് നടന്ന ഒരു ദുരിതം, ഒരു ലോറി മറിഞ്ഞ് കുട്ടികളുടെ ശരീരത്തിലേക്ക് വീണ് കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. രാവിലെ സ്കൂളിലേക്ക് പോയ കുട്ടികൾ തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന കുട്ടികൾക്ക് അറിയില്ല ഇന്ന് ഞങ്ങൾ മരിക്കാൻ പോകുന്ന ആളുകളാണ്. ഇത്ര ഉള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതം, അല്ലേ? വാഹനത്തിലൂടെ സഞ്ചരിക്കുമ്പോ പ്രാർത്ഥിക്കാതെ സഞ്ചരിക്കരുത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം. നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. ബാക്കി അള്ളാഹുവിങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? തവക്കുലാക്കുക. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മളൊക്കെ ഈ വെള്ളിയാഴ്ച ഈ കേച്ചേരി സലഫി മസ്ജിദ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാകും ഇല്ല എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. നമ്മെക്കുറിച്ച് ആളുകൾ പറയും, ഇന്ന സ്ഥാപനത്തിൽ ഇന്ന വിദ്യാലയത്തിൽ വർക്ക് ചെയ്ത് ഇന്ന വ്യക്തി ഇന്നലെ മരണപ്പെട്ടിരിക്കുന്നു. നമ്മളെക്കുറിച്ച് ആളുകൾ പറഞ്ഞ് നമ്മെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കും. അതൊരു സംഭവമാണ്, വാസ്തവമാണ്, സത്യമാണ്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും ചെയ്യേണ്ടതുമായ അവസരമാണ് ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ള കാര്യത്തിൽ ഒരു ശ്രദ്ധ നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മുടെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കളക്ഷൻ എടുക്കുന്നുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ സമ്പത്തിൽ നിന്ന് അള്ളാന്റെ മാർഗത്തിൽ ഒരു വിഹിതം നമ്മൾ കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി കൊണ്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല